ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇതുപോലെ ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസും അനുവിനെ പോലെ മുമ്പുള്ള ബിഗ് ബോസ് സീസണിൽ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ? ഇവിടെ ജയിലിൽ കിടക്കുന്ന അനുവിനെ റെനയും ജിസേലും അപ്പാനിയും കൂടെ എന്തുമാത്രം ടോർച്ചറിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈവ് കണ്ട ആൾക്കാർക്ക് അത് മനസ്സിലാവും. ബിഗ് ബോസ് വീട്ടിൽ ഈ ആഴ്ച ജയിലിൽ പോയിട്ടുള്ളത് അനുമോളും അനീഷുമാണ്. എന്തൊക്കെ പറഞ്ഞാലും അനീഷിന്റെ ചില സമയത്തുള്ള വെറുപ്പീരുകളുണ്ടെങ്കിലും അനീഷ് എന്നൊരു വ്യക്തി ഒരു നന്മയുള്ളൊരു മനുഷ്യനാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ റെനെ എന്ന പെൺകുട്ടിയെ സാഡിസ്റ്റ് എന്നല്ലാതെ എന്താണ് നമ്മൾ വിളിക്കേണ്ടത്? നമ്മൾ കണ്ടതാണ്, ഒരു ചൈനീസ് വേർഡും വിളിച്ച് പാട്ടും പാടി പട്ടി എന്നും പറഞ്ഞ് ഈ അനു കിടക്കുന്ന ജയിലിന്റെ സൈഡിൽ പോയി ഡാൻസും അതുപോലെ ചീത്തയും വിളിച്ച് ഷോ കാണിക്കുന്ന ഈ സാഡിസ്റ്റ് ആയിട്ടുള്ള റെനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളത് അല്ലേ? ബിഗ് ബോസ് വീട്ടിൽ ഗ്രൂപ്പ് കളിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് അനുവിനെ പുറത്തു ചാടിക്കാനുള്ള പരിപാടികളാണ് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് എല്ലാ ആൾക്കാർക്കും അറിയാം. ആരും മണ്ടരല്ല. അനുവിന് എന്തുമാത്രം സപ്പോർട്ടാണ് പുറത്തുള്ളതെന്നും അനുവിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നതെന്നും അവിടുത്തെ ഓരോ കണ്ടസ്റ്റൻസിനും നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് മാത്രമാണ് അനുവിനെ എങ്ങനെയെങ്കിലും പ്രൊവോക്ക് ചെയ്ത് അവിടുന്ന് ചാടിക്കാനുള്ള പരിപാടി അവിടെയുള്ള ആൾക്കാർ ഗ്രൂപ്പ് കളിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടയാണ് ജിസേൽ അനുവിനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതി. ഞാൻ ലിഫ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തുടക്കിടി എന്ന് പറയുന്നതും അനു അതിൽ വീണ് അത് തുടച്ചു കൊടുക്കുന്നതും നമ്മൾ കണ്ടയാണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് ജിസേൽ എന്താണ് ചെയ്തത്? ക്യാമറയുടെ മുമ്പിൽ ചെന്നിട്ട് ജിസേൽ വിചാരിച്ചതുപോലെ നടന്നതിന് ശേഷം ക്യാമറയുടെ മുമ്പിൽ ചെന്നിട്ട് കരയുന്നൊരു ഡ്രാമ, പൊറാട്ട നാടകമാണ് നമ്മളവിടെ കണ്ടത്. പൊറാട്ട നാടകം എന്ന് പറയുന്നില്ല, മറാട്ട് നാടകം അല്ലേ? അതിനുശേഷം എന്താണ് നമ്മൾ കണ്ടത്? നിവിൻ പോയി ക്വിറ്റ് ചെയ്യുന്നു അല്ലേ? ഇച്ചിരി നിങ്ങൾ ഉളുപ്പുള്ളൊരു ചങ്ങാതിയാണെങ്കിൽ സ്വയമേ ക്വിറ്റ് ചെയ്തിട്ട് പിന്നെ കയറി കാലം നീട്ടി കിടക്കുവോ? ഇച്ചിരിയെങ്കിലും ഉളുപ്പുള്ള ഒരാളാണെങ്കിൽ അല്ലേ? ഈ അപ്പാനി എന്താണ് അനുമോളെ പറ്റി പറഞ്ഞത്? അനുമോളെ എടി എന്ന് വിളിച്ചപ്പോഴത്തേക്ക് തൻ്റെ ഭാര്യയെ പോയി വിളിക്കാൻ അനുമോള് പറഞ്ഞെന്ന് പറയുന്നുണ്ട് അല്ലേ? എൻ്റെ ഭാര്യ ഏതവസ്ഥയിലാണ് എന്ന് അറിയാവോ എന്നും അപ്പാനി ചോദിക്കുന്നുണ്ട്. ഭാര്യയെ പറ്റി ഇത്രയും കൺസേൺ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഈ സമയത്ത് എന്തിന് ബിഗ് ബോസ് വീട്ടിൽ പോയി കിടന്നു അല്ലേ? ആ ഭാര്യയുടെ അടുത്ത് ഇരുന്നിട്ട് താരാട്ട് പാട്ട് പാടി ഉറക്കി കൊടുക്കാമായിരുന്നല്ലോ. ബിഗ് ബോസിൽ പോയി കിടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഈ റെനയൊക്കെ അനുമോളെ എന്തൊക്കെയാണ് വായി വരുന്നത് പറയുന്നത് അല്ലേ? ലൈവിൽ നമ്മൾ കാണുന്നുണ്ടറിയാം. എപ്പിസോഡിൽ എന്തൊക്കെ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷേ ലൈവ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായിരിക്കും. ഇതുപോലെയാണ് വളർന്നു വരുന്ന തലമുറയെങ്കിൽ ഇനിയുള്ള തലമുറയുടെയൊക്കെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കിയേ. വെറും കട്ട പുകയും തീയും ഉപ്പുമായിരിക്കും ഇനിയുള്ള തലമുറയുടെ അവസ്ഥകൾ അല്ലേ? എന്തിൻ്റെ ഗെയിമിൻ്റെ പേരിലാണെങ്കിലും ഒരു മനുഷ്യനോടും ഒരു മൃഗത്തോടും ഒരു മൃഗത്തോട് പോലും ഇത്രയും ക്രൂരത കാണിക്കാൻ പാടില്ല അല്ലേ? ടോർച്ചറിങ് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ ടോർച്ചറിങ് ആണ് അനുമോളടുത്ത് ഇവരെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സ്പെഷ്യലി ജിസേൽ, റെന, അപ്പാനി അല്ലേ? പിന്നെ അക്ബർ പിന്നെ അവിടെ കിടന്ന് എന്തൊക്കെയോ കുറേ പാരടി പാട്ടും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അതിലൂടെ പുള്ളിക്കാരൻ എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരു സിംഗർ എന്ന ഒരു ഇതുണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്ന ഒരു സിംഗറിന് കൊടുക്കുന്ന ഒരു ബഹുമാനം ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. അതേ രീതിയിലാണ് അക്ബറിന്റെ പാരടി പാട്ടുകൾ. അവിടെ അനുമോൾ കിച്ചണിൽ നിന്നും പ്ലേറ്റ് വാഷ് ചെയ്തുകൊണ്ടിരുന്ന സമയം ഈ അക്ബറും റെനയും കൂടെ പട്ടി പട്ടി എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അല്ലേ? പട്ടി അവിടെ നിന്ന് പാത്രം കഴുകുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലേ? എന്തൊരു സംസ്കാരമാണ് ഇവരെയൊക്കെ അല്ലേ? എന്നിട്ട് പോലും അനുമോൾ ഇതിനെതിരെ തിരിഞ്ഞൊന്ന് റിയാക്ട് ചെയ്തത് പോലുമില്ല അല്ലേ? റെന കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അനുമോൾ അതിലൂടെ പോയപ്പോഴത്തേക്ക് ഒരു പച്ച തെറി വിളിക്കുന്ന കേട്ടാണ്, ബാഡ് വേർഡ്സ് ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടതാണ്. ലൈവിൽ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. ഇതാണ് ഞാൻ പറഞ്ഞത്, ലൈവ് കാണാതെ എപ്പിസോഡ് മാത്രം കണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അവരാദ്യം ലൈവ് കാണുക, അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ലൈവ് കണ്ടിട്ട് മാത്രം നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുക. മനസ്സിലായോ? അനുമോൾ അടുത്തൂടെ പോയപ്പോഴത്തേക്ക് റെന കുക്ക് ചെയ്തുകൊണ്ടിരുന്ന റെന, ഇതൊക്കെ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ആഹാരത്തിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് ഈ റെന ചീത്ത വിളിക്കുന്നത്, ബാഡ് വേർഡ്സ് ഉപയോഗിക്കുന്നത്. അപ്പം അത് കേട്ടുകൊണ്ടിരുന്നിട്ടുള്ള അപ്പാനി ശരത്തും ബിന്നിയും കൂടെ വിലക്കുന്നുണ്ട്, അത് വിളിക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. ആഹാരത്തിന് മുമ്പിൽ നിന്നിട്ടാണ് ഈ പരിപാടി ചെയ്തിട്ടുള്ളത് അല്ല? ഇതൊക്കെ ചോദിക്കണം, ഉറപ്പായിട്ട് ചോദിക്കണം. പിന്നെ ലാലേട്ടൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അവിടെ ചെന്നുമ്പോഴത്തേക്ക് എപ്പിസോഡ് പ്രൊമോ മാത്രം ഭയങ്കര രീതിയിൽ അടിച്ചും കയറ്റിയിട്ട് അവിടെ ചെന്നിട്ട് എപ്പിസോഡിനകത്ത് എന്താ കാണിക്കുന്നത്, മോളെ ഇനി ഇങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ലേ, ഒന്ന് ലാലേട്ടൻ ഒന്ന് തടവി അങ്ങോട്ട് വിടും.
അത്ര മാത്രമേ പുള്ളിക്കാരൻ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വ്യക്തിയെ അവിടെ എത്രത്തോളം ടോർച്ചറിങ് ചെയ്യാവോ അതിൻ്റെ എക്സ്ട്രീം ലെവലിലോട്ടാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും പുള്ളിക്കാരിയെ പ്രൊവോക്ക് ചെയ്ത് ആ വീട്ടിൽ നിന്ന് പുറത്ത് ചാടിക്കണം. ഇതാണ് അവിടെയുള്ള എല്ലാവരെയും ലക്ഷ്യം. എല്ലാവർക്കും നല്ലപോലെ അറിയാം അനുവിനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് നല്ലതുപോലെ അറിയാം. ഈ ജിസേലൊക്കെ എന്താണ് അവിടെ ചെയ്യുന്നത്? ഒരു റൂൾസും അവിടുത്തെ ബിഗ് ബോസിന്റെ ഒരു റൂൾസും ഈ ജിസേൽ ഫോളോ ചെയ്യുന്നില്ല. പലവട്ടം ലാലേട്ടൻ ഉൾപ്പെടെ വാണിംഗ് കൊടുത്തതാണ് അല്ലേ? ഹ്യൂമാനിറ്റി ആസ് വെൽ. ഈ അനുമോളെ കരച്ചിൽ കാടെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതേ ഒരവസ്ഥ നിങ്ങൾക്കാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കൂട്ടമായിട്ട് ഗ്രൂപ്പായിട്ട് കോർണർ ചെയ്തും അറ്റാക്ക് ചെയ്തും ഇൻസൾട്ട് ചെയ്തും നിങ്ങൾക്കാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ അനുമോളെ അതേ അവസ്ഥയായിരിക്കും, ഇമോഷൻസ് ആയിരിക്കും നിങ്ങൾക്കും അവിടെ ഉണ്ടാവുന്നത്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ നോക്കിക്കോ, ഈ ആഴ്ചയിൽ ആരിനെ ഏഷ്യാനെറ്റ് സേവ് ചെയ്യും? വേറൊന്നുമല്ല, ഈ ആഴ്ച ഓണം പ്രമാണിച്ച് എവിക്ഷൻ കാണാൻ ചാൻസ് ഇല്ല. അപ്പാനേക്ക് എന്ത് മോശമായിട്ടുള്ള രീതിയിലാണ് ഈ അനുവിനോട് സംസാരിക്കുന്നത്. ലൈവിൽ ജയിലിൽ കിടന്ന ആ സമയമൊക്കെ എന്താണ് അപ്പാനെ കാണിച്ചത്? ജയിലിലോട്ട് പോയിട്ട് അനുവിൻ്റെ കയ്യിരിക്കുന്ന പാവ തട്ടിപ്പറിച്ചെടുത്ത് വലിച്ചെറിയുന്നു. അത്രയ്ക്ക് ദേഷ്യമാണ് അനുവിനോട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ല, എന്ത് ചെയ്തിട്ടാണെന്ന് ചോദിച്ചാൽ ഒരു പിടിയുമില്ല. ഒരു കപ്പിന് വേണ്ടിയിട്ടാണോ ഈ ബുള്ളിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇത് ലാലേട്ടൻ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കണം. കാരണം ഒരു എന്ത് ഷോ ആണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു മനുഷ്യനെ 22 മണിക്കൂറും ഇങ്ങനെ ബുള്ളിങ് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നത് അത് ശരിയുള്ള കാര്യമല്ല. അത് ചോദിക്കുക തന്നെ വേണം. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ജിസേലൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും അവിടെ ജിസേലിനെ പറ്റിയിട്ട് ഒരു വാക്കുപോലും വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കുന്നതായിട്ടോ അത് വാണിംഗ് ചെയ്യുന്നതായിട്ടോ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? നട്ടപ്പാതിരയ്ക്ക് വന്നിട്ട് എല്ലാവരെയും ഇഡിയറ്റ് എന്ന് വിളിച്ചിട്ട് ഷോ കാണിച്ചു പോയിട്ടുള്ള ആ ക്ലിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം അത് കാണിക്കണം. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വരുന്ന സമയത്ത് കാണിക്കണം. ശൈത്യ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അല്ലെ ശൈത്യയെ കൂടെ എല്ലാവരും കള്ളിയാക്കും അല്ലേ? അത് ഇട്ട് കൊടുത്ത് കാണിച്ചിട്ട് അവിടെ പ്രതികരിക്കണം, അവിടെ ചോദിക്കണം. നമ്മൾ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് ആരാണ് ശരി ആരാണെന്ന് തെറ്റ് എന്ന് തിരഞ്ഞെടുക്കാൻ ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല അല്ലേ? സത്യം പറഞ്ഞാൽ അനുവിനോട് ഇത്രയും ബുള്ളിങ്, ഇത് ഒരു ഈ പറഞ്ഞിട്ടുള്ള പ്രൊവോക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്ട്രീം ലെവൽ ബുള്ളിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്നിട്ട് പോലും അവിടെ പിടിച്ചു നിൽക്കുന്ന അനുമോളോട് എനിക്കിപ്പം ഒരുപാട് ഇഷ്ടം തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ. സോ അനുമോൾ ഈസ് എ ബ്രില്യൻറ്റ് ഗെയിമർ. എന്തായാലും നിങ്ങളെ എല്ലാവരെയും അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. സി യു.